അല്ല, ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് ചെയ്യാനല്ല. അതിനകത്തൂടെ സൂത്രത്തിലെ കുട്ടിയെ ഉണ്ടാക്കി നിലനിർത്തണമെന്ന് അറിയുന്ന ജീവൻ്റെ രീതിയാണ്. അത്രയേ ഉള്ളൂ. അല്ല ലൈംഗികത വേറെയും കൊച്ചിനെ ഉണ്ടാക്കുന്നത് വേറെ ആയിട്ടിരിക്കുകയല്ല. അപ്പൊ ഈ പറയുന്നില്ലേ ബോംബെയിൽ റെഡ് സ്ട്രീറ്റുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് പീഡനങ്ങളും സ്ത്രീകൾക്കെതിരെ ഒന്നും അതിക്രമം കുറഞ്ഞിട്ടില്ല. അടിസ്ഥാനരഹിതമാണല്ലോ അത്. ചുമ്മാ പറയുന്നത്. യൂറോപ്പിലും ഒക്കെ പോയ എല്ലായിടവും ബലാത്സംഗം ഇഷ്ടം പോലെ. നഗരങ്ങളിലെല്ലാം ഉണ്ടാവും. ആളുകൾക്ക് ആരാണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നിടത്ത് എല്ലാം ആയിട്ട് വളരെ വയലൻ്റായ സ്ഥലങ്ങളുണ്ടാകും. അതൊന്നും ഉണ്ടാകുന്ന കാര്യം കുറയുന്നൊന്നുമില്ല, നിയന്ത്രിതമാക്കാൻ പറ്റും. അതാണ് നേരത്തെ ഡ്രഗിനെ പോലെ തന്നെയാണ്. ലൈംഗിക ബന്ധത്തിൽ നിരന്തരം ഏർപ്പെടാനായിട്ട് രൂപപ്പെട്ട ഒരു ജീവിയാണ് പുരുഷന്മാരില്ല. അല്ലാതെ ഒരാളിൽ ഒതുങ്ങുന്ന ലോകമൊന്നുമല്ല. ഒരാളിൽ ഒതുക്കുന്നത് പുരുഷന്മാരെ പരസ്പരം അടിച്ച് ചാകാതിരിക്കാൻ വേണ്ടി ഒരു ടെക്നോളജി വികസിപ്പിച്ചതാണ് വിവാഹം എന്ന് പറയുന്നത്. പുരുഷനെ കുട്ടിയെ നോക്കാനായി ഉത്തരവാദിത്തപ്പെടുത്താനായിട്ട് ഏർപ്പെടുത്തിയ മെക്കാനിസമാണ് രാജാക്കന്മാർ ആരംഭിച്ചതാണ് വിവാഹം. അതുകൊണ്ടാണ് രാജാവിൻ്റെ പത്രത്തിൽ ഒപ്പിടിക്കേണ്ടി വരുന്നത്. അല്ല, കൊച്ചിനെ ഉണ്ടാക്കുന്നതിന് രണ്ടുപേരും തമ്മിൽ എന്തിനാണ് ഒപ്പിടുന്നത്? സാക്ഷിയെ നിർത്തുന്നത് എന്തിനാണ്? കുട്ടിയെ നോക്കത്തില്ലേ പുരുഷന്മാർ? കുട്ടിയെ നോക്കേണ്ട ആവശ്യം വന്നപ്പോഴാണ്. മറ്റേ ഗോത്രത്തിൽ കഴിയുന്ന സമയത്ത് ആവശ്യമില്ല. കാരണം എല്ലാവരുടെ ചേർന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെ ഉണ്ടാക്കി വളർത്തി രാജാവിന് പട്ടാളത്തിൽ ചേർക്കാനും ജോലിക്കാരെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇടമായിട്ട് ഈ വീടുകൾ മാറിയപ്പോഴാണ് ഈ കരാറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്നൊക്കെ അറിയണം, എന്നാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലാതെ രണ്ടുപേര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കരാറൊന്നും ഉണ്ടാക്കണ്ട. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. കുട്ടിയെ ഉണ്ടാക്കി വളർത്തുന്നതിന് പുരുഷന്മാരൊരിക്കലും തയ്യാറല്ലായിരുന്നു. അവരെ തയ്യാറാക്കുന്നതിന് ഈ കുട്ടിയുടെ ഉത്തരവാദി നീ ആയത് കാരണം നീ കൊടുക്കണമെന്ന് വരുത്തുന്നതിന് കരാറുണ്ടാക്കുന്ന വഴിയാണ് സ്ത്രീകൾ ചാരിത്രവതികളാകാൻ ബാധ്യത വന്നത്. ഞാൻ വേറെ ആരുടെയും കുട്ടിയെ പ്രസവിക്കത്തില്ല എന്നുള്ള കരാറുണ്ടാക്കാമെങ്കിൽ ഞാൻ ചിലവിന് കൊടുക്കാമെന്ന് പറയുന്ന വഴിയാണ് ചാരിത്രം ഉണ്ടായത്. പുരുഷന്മാർക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ചാരിത്രവധന ഉണ്ടാകാത്തത്. പുരുഷന്മാർക്ക് എപ്പോഴെങ്കിലും ചാരിത്രം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അതിനൊരു മെക്കാനിസം പോലും ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നവരെ എന്തോ പവിത്രമായ സാധനമൊന്നും അല്ല. അങ്ങനെ പവിത്രമായതാണ് യോനിയെങ്കിൽ പിന്നെന്താണ് എല്ലാവരും കൂടെ അത് പൂജിക്കാത്തത്? അതൊന്നും അല്ലല്ലേ. പണ്ട് യോനി പൂജ ചെയ്തിട്ടുണ്ട്, കാരണം അമ്മയാണ് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയി. ലിംഗം ആരാധിക്കാൻ തുടങ്ങിയ ലിംഗം കൊണ്ടാണ് കൊച്ചിനെ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് എല്ലാവരും ലിംഗം ആരാധിക്കാൻ നടക്കുന്നത്. ഞങ്ങളാണ് ഗർഭം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല തമാശ അതൊക്കെ, അതൊന്ന് പഠിച്ചു നോക്കണം, അപ്പോഴേ അതൊക്കെ കാണുള്ളൂ. അല്ല നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും പവിത്രമായ സാധനമൊന്നുമില്ല. ആധുനിക മനുഷ്യനാണ് മൈത്രേയൻ പറയുന്നതൊന്നും ഇപ്പോൾ മനസ്സിലായില്ല. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നൊക്കെ ഈ വീഡിയോസിനിടയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒക്കെ എങ്ങനെ രണ്ടായാലും ആ കമൻറ്റുകൾ ഞാൻ സാധാരണഗതി കമൻറ്റ് വായിക്കാറില്ല. പറയുന്ന ആർഗ്യുമെൻ്റ് എനിക്കറിയാം. അതൊക്കെ ഇപ്പം ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറയുന്നവർക്കും കൂടെ ചേർന്ന് പറയുന്നെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇത് മഹത്തായ കാര്യമാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ വയ്യ എന്നുള്ളത്. അയാൾ വലിയ ആളാണ്, അത് കാരണം കൊണ്ട് ഞാനും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നതിനുള്ള ന്യായം പറയുന്നതാണ്. മഹാന്മാരാണ് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യത്തില്ലല്ലോ. അതിനുള്ള ലൈസൻസും കൂടെ അത്. ഞാൻ നന്നാകത്തില്ല, നിങ്ങളെല്ലാം വലിയ ആളുകളാണ്, നന്നായി ജീവിച്ചു എന്ന് പറയത്തില്ല. അപ്പോൾ എനിക്കും കൂടെ സൗകര്യമാവും. അങ്ങനെ ഉത്തരവാദിത്തരഹിതമായി പറയുന്ന വരികളായിട്ടേ ഞാനതെടുക്കൂ. ഞാനിവിടെ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ആളല്ലേ. പിന്നെ എനിക്കിവിടെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റാതെ? ഞങ്ങൾക്കിപ്പോൾ വയ്യ എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞത്. ഒരു അപ്രീസിയേഷൻ ആയിട്ട് പോലും ഞാൻ എടുക്കത്തില്ല. ഒരു ഇഷ്ടക്കുറവാ ആ വാചകത്തോട്. ഞാൻ ഇത് കാരണമാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് വ്യംഗ്യമായി പറയുന്ന കാര്യമാണ്. നിങ്ങളൊരു മഹാനാണ്, നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത്, ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുന്നതിനുള്ള വ്യംഗ്യമായ പറച്ചിൽ മാത്രമാണ്. അതൊരു അപ്രീസിയേഷനേ അല്ല. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകാത്ത ഭാഷയിലൊന്നുമല്ല ഞാൻ മിണ്ടുന്നത്. ഞാൻ പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും. ഒരു ഗഹനമായി ഒരു വാക്ക് പോലും ഞാൻ പറയുന്നില്ല, ആർക്കും മനസ്സിലാകും. മലയാളി ഏതെങ്കിലും നാട്ടിൽ നിന്ന് മലയാള ഭാഷയിൽ സംസാരിക്കുന്നതിന് മനസ്സിലാകുന്ന കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു ഗഹനതയും എൻ്റെ ഇല്ല. ഗഹനത മുഴുവൻ ഉണ്ടാകുന്നത് പറയുന്നവന് എന്താണ് അവൻ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഗഹനത ഉണ്ടാകുന്നത്.
പണ്ട് മഹാമാരി വണ്ടിയാൽ എല്ലാം ഭയങ്കര ഗഹനമാണ്. അത് അവർക്ക് ആ വിഷയം അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഗഹനമാകുന്നത്. ആഴവും പരപ്പും ഉണ്ട്. 12 കൊല്ലം ഞങ്ങളുടെ കൂടെ നിന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇയാളുടെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പം വല്ല ഗഹനതയുണ്ടോ? ഇല്ല. 3 വയസ്സുള്ള കുട്ടിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്ക് പറയുന്ന രീതിയിൽ അത് പറയണമെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ പണിയാണ്. നമ്മുടെ മുന്നേ ഇരിക്കുന്ന ആൾക്ക് നമുക്ക് മനസ്സിലായ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയേണ്ടത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഗഹനതയെ ആവശ്യമില്ല. നിങ്ങൾക്കറിയുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ഗഹനത അതിലുണ്ടാകത്തില്ല. നിങ്ങൾക്ക് കുറേ അഭ്യൂഹങ്ങളാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഭയങ്കര ഗഹനത വരും. അത്രയേ ഉള്ളൂ. അറിയുന്ന കാര്യം പറഞ്ഞാൽ മതി. മൈത്രന് ഏറ്റവും അധികം സ്വയം കോൺഫിഡൻസ് ഉള്ളത് മൈത്രൻ്റെ ഏത് ക്വാളിറ്റിയിലാണ്? അങ്ങനെ ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അറിയുന്നത് ഗാഢമായി അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം അറിഞ്ഞു തീരുന്ന ഒരു പ്രപഞ്ചമല്ല ഇത്. അതുകൊണ്ട് നമ്മൾ എത്ര അറിവുണ്ടെന്ന് പറയുമ്പോഴും വീണ്ടും അറിയാൻ ബാധ്യത വരുന്ന തരത്തിൽ മാറുന്ന ഒരു പ്രപഞ്ചം കൂടെ. നിരന്തരം മാറുന്ന പ്രപഞ്ചമായതുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പം നിരന്തരം പുതുക്കി ഇരിക്കുന്ന ഒരു പ്രപഞ്ചമായതുകൊണ്ട് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു വിളക്ക് കത്തിച്ച് വെക്കുമ്പം ആ വിളക്കിൻ്റെ വെളിച്ചം വീഴുന്നിടം വരെ നമുക്കറിയാം എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല, പറയാൻ പറ്റും. ഇവിടെ പാമ്പില്ല എന്ന് ആ വിളക്ക് ടോർച്ചിലടിച്ചാൽ ആ വെളിച്ചം വീഴുന്നിടത്ത് പാമ്പില്ല എന്ന് പറയുന്നതിന് ഒരു സംശയിച്ച് ചിലപ്പോൾ എന്നൊക്കെ പറയാനുള്ള കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ആ വെളിച്ചത്തിനപ്പുറത്ത് അറിഞ്ഞൂടാ. അവിടേക്ക് നമ്മൾ വീണ്ടും വെളിച്ചം അടിക്കേണ്ടി വരും. എത്ര സമയം നീക്കി ഒരു ദിവസത്തിൽ പഠനത്തിനും വായനയ്ക്കും? എന്നോടൊരാൾ സംസാരിക്കുക, അതൊരു പഠനത്തിൻ്റെ രീതിയാണ്. സംസാരിക്കുന്നത് ഇപ്പോൾ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയാനും അത് സൂക്ഷ്മമായിട്ട് ആലോചിക്കാനും ബാധ്യത വരുന്നതുകൊണ്ട് അതൊരു പഠനത്തിൻ്റെ രീതി തന്നെയാണ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കുന്നുണ്ടാകും. ഇടപെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്. ഇയാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഇയാളെ പോലൊരു മനുഷ്യനാണ് പുസ്തകം. ഒരാൾ എഴുതി അയാളുടെ അനുഭവമല്ലേ അയാൾ എഴുതിയത്. പുസ്തകം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരാണ്, അല്ലാതെ പുസ്തകത്തിൽ അറിവിരിക്കുന്നല്ല. ഒരാളുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതില്ല. അതുകൊണ്ട് പുസ്തകം വായിച്ചാലും ഇയാളുമായിട്ട് സംസാരിച്ചാലും ഒരേപോലെ തന്നെയാണ് അറിവുണ്ടാകും. ഈ വായനയിലെ ചോയ്സിൽ ഇപ്പോൾ ഫിക്ഷനും നോൺ ഫിക്ഷനും അങ്ങനെ ഏതെങ്കിലും വ്യത്യാസങ്ങളുണ്ടാവോ? ഫിക്ഷൻ വായിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. അനുഭവപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ലോകത്തിനെ അറിയാനുള്ള ശ്രമമാണ്. ഇമാജിനേഷനൊക്കെ എനിക്ക് തന്നെ പറ്റും. അല്ലാതെ ഇനിയും എന്താണ് ഷേക്സ്പിയർ വായിച്ച് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നമ്മളതെല്ലാം ഇഷ്ടംപോലെ ഫിക്ഷൻ വായിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം ലോകത്തിനെ അറിയാനായിട്ട് വേണ്ടിയുള്ള വായനയേ ഉള്ളൂ. അത് തന്നെയും ഒരു പുസ്തകം മുഴുവനും കൂടെ വായിക്കുക എന്ന് പറയുന്ന രീതി ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ആ പുസ്തകം എഴുതിയ ആൾ എഴുതിയ ഒരു ലേഖനം വായിച്ചാൽ മതി, മിക്കവാറും അയാളുടെ ആ പുസ്തകത്തിൽ പറയുന്ന കിട്ടും. കാരണം ഡേറ്റ നമുക്ക് അത്ര അത്യാവശ്യമില്ല. ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ആണല്ലോ അയാൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഡേറ്റ കിട്ടുന്ന കാലത്താണ്. മറ്റേ ഒരു പുസ്തകം എഴുതുന്ന ആൾ അയാൾ കളക്ട് ചെയ്ത ഡേറ്റയ്ക്കകത്തുള്ള ഇൻ്റർപ്രിറ്റേഷനോട് ചേർത്തിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഡേറ്റ ഇഷ്ടം പോലെ കിട്ടാനൊക്കുന്ന ലോകമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ്റർപ്രിറ്റേഷൻ്റെ സാധനം മാത്രം അറിഞ്ഞാൽ മതി. വ്യത്യസ്തമായി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും കാര്യം കിട്ടിയാൽ മതി. അതുകൊണ്ട് പഴയതുപോലെ ഞാനിപ്പോൾ ഇഷ്ടം ഒരു പറഞ്ഞാൽ ഫ്രണ്ട് പേജ് തൊട്ട് അവസാനം വരെ വായിക്കുന്ന ഒരു പുസ്തകം അങ്ങനെ ആവശ്യമില്ല. അതേസമയത്ത് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വായിക്കുമ്പോൾ നമുക്ക് അറിയാം, ഓക്കെ ഇതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകൾ പറയുന്നുണ്ടെങ്കിൽ അത് വായിക്കും. അങ്ങനെയുള്ളൂ. കനിയോട് ഏറ്റവും അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? കനിയോട് ഏറ്റവും അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? ഒരു മാസമായി കാണും. ഫോണിനകത്ത് സംസാരിച്ചത്. അത് ഞാൻ 2 ആഴ്ച മുമ്പ് ജയശ്രീയുടെ അടുത്ത് പോയ സമയത്ത് അവളിങ്ങനെ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലുള്ള ഏതോ ഒരു എനിക്കൊന്നും ഭോപ്പാലിലോ മറ്റോ അവിടെ ഇരുന്ന് അഭിനയിക്കുന്ന അതിനെ. അപ്പം ഇങ്ങനെ സംസാരിക്കും. ഞാൻ അവളെ ഇങ്ങനെ വിളിക്കാറൊന്നുമില്ല. അവളാണ് വല്ലപ്പോഴും വിളിക്കുന്നത്.
അച്ഛൻ എന്നുള്ള രീതിയിൽ മകളുടെ സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ അന്വേഷിക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. അവൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, എല്ലാ ദിവസവും അതിനകത്തൊക്കെ എല്ലാവരും എഴുതുന്നില്ലേ, പിന്നെ നമ്മൾ പിന്നെ എന്തോ വിളിച്ച് ചോദിക്കുന്നത്. ആ എഴുതുന്ന സാധനം കാണുമ്പോൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ അവർ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെന്തോ അത് കൂടുതലെന്തോ അറിയുന്നു. വെറുതെ നമ്മൾ ആചാരം പോലെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഈ ആൾക്കാരെല്ലാവരും അങ്ങനെയാണ്. രാവിലെ അമ്മയെ വിളിച്ചു അല്ലെങ്കിൽ വൈകുന്നേരം അച്ഛനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ആചാരമാണ്. ആവശ്യത്തിന് വിളിച്ചാൽ പോരെ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിളിക്കും, അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അവൾ, അല്ലെങ്കിൽ ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത്? ഞാൻ അവളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നേ ചെയ്ത് കഴിഞ്ഞത്. ഇനി പരിചയമുള്ള ഒരാളെ പോലെയാണ് അവൾ. അതിന് കവിഞ്ഞെന്തോ വ്യത്യാസം? വേറൊരു വ്യക്തിയല്ലേ. നേരത്തിന് ഒരുപാട് നന്ദി. ഇനിയും സംസാരിക്കാൻ പറ്റട്ടെ. ആയിക്കോട്ടെ.